ഈ ചെറുതെന്ന് പറയുമ്പോൾ എന്ത് ചെറിയ സാധനം കിട്ടിയാലും ഇത് വേസ്റ്റ് മെറ്റീരിയൽ, അതായത് നമ്മൾ ഒഴിവാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്, ഒരു ഇതിൽ എടുത്ത് ഒഴിവാക്കിയ ഗ്ലാസ് ആയിരുന്നു, അത് ഞാൻ എടുത്ത് കൂട്ടി വെച്ച് അപ്പൊ അതില് ഞാൻ ചെയ്തെടുത്തത് ശിവനായി. ഇതെന്താണ്? ഒഴിവാക്കിയൊരു ടാബ്ലറ്റ് അവിടെ കണ്ടപ്പോ അവിടെ ഗണേശനെ വരച്ചതാ. ഓ, മരുന്ന് പോലും വെറുതെ വിടില്ല എന്നുള്ളൊരു ഗുളികയില് ഇത് ചെയ്തേക്കുക. ഇത്രയും ചെറുതായിട്ട് വരച്ചെടുക്കാനുള്ള ക്ഷമയുണ്ടല്ലേ? ഇപ്പൊ അത് ശീലായി, അത് വരയ്ക്കാൻ പറ്റും, ലെൻസിന്റെ സഹായം വേണ്ട. അപ്പൊ ഞാനത് ഓക്കെയാണ്. ഇപ്പൊ ഇതുവരെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ നാളെ എന്താന്ന് അറിയില്ല, ഇപ്പൊ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അതെന്തിന്റെ തോടാണ്? ഇത് പിസ്ത ഷെല്ലാണ്, അത് ഒഴിവാക്കിയില്ല, എടുത്തു വെച്ചതായിരുന്നു. അത് വന്നിട്ട് തെയ്യത്തിന്റെ ഫോട്ടോ വരച്ചു. പിസ്തയിലെ തെയ്യം, നിങ്ങൾ പലതരത്തിലുള്ള തെയ്യങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിപ്പോ പിസ്തയിലെ തെയ്യം എന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ക്രൈസ് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് കിട്ടിയാലും എനിക്കിപ്പോ ഒരു കോൺഫിഡന്റ് ഉണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഒരിക്കലും എന്റെ മനസ്സിൽ തോന്നിയ ഐഡിയാസ് അല്ല ഞാൻ ചെയ്യാം. എനിക്ക് ചിത്രം കണ്ടാലും വരയ്ക്കും, അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക്. ഇത് ആർട്ടിഫിഷ്യൽ നെയിലാണ്. ഇത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല, അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളെ യശോദ കൃഷ്ണൻ എന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ അത് വരച്ചിട്ടുണ്ടായിരുന്നു. ഇതാരാ മനസ്സിലായെന്ന് അറിയില്ല. ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ ആണ്. ഞാൻ 4 ടൈമിൽ ഫോട്ടോ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ടൈമിൽ ഉള്ളതാണിത്. പിന്നെ നമ്മളുടെ പ്രൈം മിനിസ്റ്ററുടെ കറക്റ്റ് ഇപ്പോഴത്തെ ഫോട്ടോ ആണിത്. ഇതിൽ നമ്മുടെ ലാലേട്ടനാണ്. ലാലേട്ടനെ മഞ്ചാടിയിൽ വരയ്ക്കാനൊരു ശ്രമം നടത്തിയതാണ്. ഈ മഞ്ചാടിയിലൊക്കെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ലെൻസ് വേണമല്ലോ. അതാണ് ചേട്ടൻ മനസ്സിലായില്ലേ അത് ലാലേട്ടനാണ്. പക്ഷെ നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കണം. ലക്ഷ്മിക്ക് അത് വേണ്ട വരയ്ക്കാൻ. എനിക്ക് വേണ്ട. എനിക്ക് എല്ലാം ഇപ്പൊ ചിലത് ഒരു വരയ്ക്കാൻ പറ്റുന്നുള്ള കോൺഫിഡന്റിൽ ചെയ്യുന്നതാണ്. പിന്നെ ഉണ്ടല്ലോ ആരോ മഞ്ചാടിയിൽ. അതാണ് നമ്മുടെ ഗാനഗന്ധർവ യേശുദാസ് സർ. ഓ, യേശുദാസിനെ ചെറിയൊരു മഞ്ചാടിയിൽ ഒതുക്കി വെച്ചൊക്കെയാണ്. അങ്ങനെയൊന്നും ഒതുക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒതുക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും ഈ ഓടക്കുഴലും പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും. ഈ തൂവലൊരു താജ്മഹലും കണ്ടു. അപ്പോൾ ലക്ഷ്മി ഇതേപോലെ വരച്ച് മുന്നേറുകയാണ്. എന്തിലാണ് വരയെന്നൊന്നുമില്ല, വരയ്ക്കണം. അത് എന്തിലെങ്കിലുമൊക്കെ വരയ്ക്കും. ലക്ഷ്മി ശരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ സൂക്ഷ്മമായിട്ടുള്ള സാധനങ്ങളിലൊക്കെ വരയ്ക്കുന്ന അരിയിൽ വരച്ചു. ലാസ്റ്റ് ടൈമാണ് നമ്മൾ അരിയിൽ ഞാൻ കൃഷ്ണ വരച്ചു. ഇനി കടുകും കൂടെ ബാക്കി. അതെ, അതെല്ലാരും പറയുന്നത് കടുകും കൂടി ഉള്ളത് എല്ലാവരോടും പറഞ്ഞു. ഇന്ത്യൻ ഫ്ലാഗ് വരച്ചിട്ടുണ്ട് അരിയില്. പിന്നെ ഒരു ഗണപതിയുടെ ഒരു ഫേസ്. അപ്പൊ അതിൽ ഓക്കെ ആയ സംഭവങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ബ്ലേഡിൽ ഞാൻ നമ്മളെ റെഡ് ഫോർട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അത് കുറെ മിസ്സായി എന്റെ കയ്യിൽ നിന്ന് കുറെ സംഭവം. പിന്നെ ഗാന്ധിജീനെ നമ്മളെ സീഡിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സീഡൊക്കെ കംപ്ലൈന്റ് ആയി.